മുണ്ടക്കൈയും ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്തവർക്കായി പുത്തുമലയിൽ 3-ാം ദിവസവും കൂട്ടസംസ്കാരം. 22 ശരീരഭാഗങ്ങൾ പ്രത്യേകമൊരുക്കിയ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. സർവമത പ്രാർത്ഥനയോടെയായിരുന്നു ചടങ്ങുകൾ. ദുരന്തം മേൽവിലാസം നഷ്ടപ്പെടുത്തിയവർക്കായി 3-ാം ദിനവും കൂട്ടസംസ്കാര ചടങ്ങുകൾ. ഇരുപത്തിരണ്ട് ശരീരഭാഗങ്ങളാണ് ഇന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംസ്കരിച്ചത്. തിരിച്ചറിയാത്ത 37 മൃതദേഹങ്ങളും 176 ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ സംസ്കരിച്ചത്. DNA സാമ്പിൾ സൂചിപ്പിക്കുന്ന നമ്പറുകൾ കുഴിമാടങ്ങളിൽ സ്ഥാപിച്ച കല്ലുകളിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളും അടക്കം ചെയ്യുന്നു. എല്ലാ ആദരവും ബഹുമാനം ഇതുവരെ ചെയ്തതുപോലെ തന്നെയാണ്. അതിന് ഓരോരുത്തർക്കും ഓരോ കുഴികളായി തന്നെ ഒരു പാർട്ടി നമ്മളൊരു ബോഡിയായി കണക്കൂട്ടി തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 2 ദിവസം ചെയ്തതുപോലെ തന്നെ സർവമത പ്രാർത്ഥനയും നാട്ടുകാരും സുഹൃത്തുക്കളും അയൽവാസികളും എല്ലാവരും കൂടി വന്നു ചേർന്ന എല്ലാവരും കൂടിയിട്ടുള്ള നല്ലൊരു യാത്രയപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് മുൻകൈയെടുത്തിരിക്കുന്നത്. പേരറിയാത്തവർക്ക് എല്ലാ ആദരവും ബഹുമതിയും നൽകിയുള്ള യാത്രാമൊഴി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി നിത്യരാജ്യമാകുന്ന സ്വർഗീയ വത്സലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. തം തമേ വൈദി കൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ. 64 സെന്റ് സ്ഥലമാണ് ശ്മശാനത്തിനായി പുത്തുമലയിൽ സർക്കാർ ആദ്യം ഏറ്റെടുത്തത്. 25 സെന്റ് ഭൂമി കൂടി അധികമായി ഏറ്റെടുത്തു. ഇതുവരെ ലഭിച്ചവയിൽ തിരിച്ചറിയാത്ത മറ്റ് ശരീരഭാഗങ്ങളും ഇതേ സ്ഥലത്തു തന്നെ സംസ്കരിക്കും. 24 വയനാട്.